റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ വലിയ ടൈമൊന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് ടൈം മതി. നമ്മൾ ഇടയ്ക്ക് ഷോപ്പിലേക്ക് പോയി കഴിക്കുമെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ അടിപൊളിയായിട്ടോ. അപ്പോൾ ഞാൻ എളുപ്പമുള്ള റെസിപ്പികൾ കുറച്ചിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തത് സെല്ല റൈസ് ആയിരുന്നു. നിങ്ങളിൽ അതില്ലാന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുത്താലും മതി. പിന്നെ ഞാൻ ചിക്കൻ എടുത്തതിൻ്റെ സ്കിന്നോട് കൂടിയതല്ല. പിന്നെ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലാക്കി ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രൈ ലെമണും കുറച്ച് ചില്ലി എടുക്കുക. അപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള കുറച്ച് ഓയിൽ എടുത്ത് മാറ്റി ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്ന് കുക്കായി വരുമ്പോഴത്തേന് നമ്മുടെ റൈസ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഒരു ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി അത് ഒഴിച്ച് കുറച്ച് ചില്ലിയും വെച്ചിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ക്ലോസ് ചെയ്ത് ദം ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്യട്ടോ. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളി ടേസ്റ്റിൽ നല്ല മണത്തോടുകൂടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ അത്രയുള്ളായിരുന്നു. ടാറ്റാ, ബൈ ബൈ, ഹാപ്പി വീക്കെൻഡ്.